Hello friends, welcome to SAT Class 12 Accountancy Chapter 1 Accounting for Not-for-Profit Organization Part 4. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് 4 ആണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് നോക്കാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ റെസിപ്റ്റ് കൊടുക്കണം, പേയ്മെൻറ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ്. വെരി ഈസിയാണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് അല്ല, ഇവിടെ ബിസിനസ് അല്ല ചെയ്യുന്നത്, നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ വരുന്ന ക്യാഷ് നമ്മൾ ഈ ഭാഗത്തും പോകുന്ന ക്യാഷ് നമ്മൾ ഈ ഭാഗത്തും വരണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ദിസ് ഈസ് ഇൻകമിങ്, ഇത് ഔട്ട് ഗോയിങ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാലൻസ് ബി ഡി ആണ്, ക്യാഷ് ഇൻ ഹാൻഡ്. നമ്മുടെ കയ്യിലുള്ള ക്യാഷും ക്യാഷ് അറ്റ് ബാങ്കും അത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണത്, കാരണം ബാലൻസ് ബി ഡി നമ്മൾ ഡെബിറ്റ് സൈഡ് എഴുതാം. ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ക്യാഷ് ബുക്ക്. സിമിലർലി നമ്മൾ ക്ലോസിംഗ് ബാലൻസ് വരുമ്പോൾ അത് നമ്മൾ എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ഓക്കെ, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സപ്പോസ് ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അക്കൗണ്ട് ചെയ്ത് ലാസ്റ്റ് വരുന്ന ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് അറ്റ് ബാങ്ക് ആയിരിക്കും. ക്ലിയർ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയല്ല ബാലൻസ് വന്നതെന്ന് വിചാരിക്കും. ക്യാഷ് ഇൻ ഹാൻഡും തന്നു, ക്യാഷ് അറ്റ് ബാങ്ക് രണ്ടും നമുക്ക് തന്നു, ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ഇപ്പുറ സൈഡിലാണ് ബാലൻസ് വന്നതെന്ന് വിചാരിക്കുമെങ്കിൽ അതിൻ്റെ നേരെ എഴുതേണ്ടത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഒരു പോയിന്റാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇത് തെറ്റിച്ച് കളയരുത്. ഈ സൈഡിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ അത് നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് ഒ ഡി എന്നാണ് പറയാം. ക്ലിയർ. അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ക്രെഡിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് പരിഗണിക്കുക. ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ളതൊക്കെ നമുക്ക് എന്താണ്, എളുപ്പമാണ്. ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ റെസിപ്റ്റ് സൈഡിലുള്ള എല്ലാ റെസിപ്റ്റുകളും ഒരു 7 തവണ എഴുതി നല്ലവണ്ണം പഠിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ 2 ഐറ്റം അങ്ങോട്ടും കൂടി മാറിപ്പോയാൽ മൊത്തം കണക്കിട്ട് പോകും. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റങ്ങളും സെപ്പറേറ്റ് എഴുതുക, 7 തവണ എഴുതുക, പഠിച്ചു നോക്കുക, പറഞ്ഞു നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് മുഴുവൻ ഐറ്റവും പറഞ്ഞു നോക്കുക, അങ്ങനെ പഠിക്കുക. അതിനുശേഷം ക്രെഡിറ്റ് സൈഡ് പഠിക്കുക, അതിനുശേഷം 2 സൈഡും പറഞ്ഞു നോക്കുക. ഇത്തരം എഫോർട്ട് എടുത്തിട്ട് വേണം പ്രോബ്ലം ചെയ്ത് തുടങ്ങാൻ. അതായത് ഇതെനിക്ക് ഓക്കെ മനസ്സിലായെന്ന് പറഞ്ഞ് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങിയാൽ തെറ്റിപ്പോവും. ഓക്കെ, നമുക്ക് ഓരോ ഐറ്റം നോക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, സബ്സ്ക്രിപ്ഷൻസ് ആണ്. സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം. ഉദാഹരണം പറഞ്ഞാൽ ലൈബ്രറി. ഇപ്പോൾ ലൈബ്രറിയിൽ 10 രൂപ നിങ്ങൾ മെമ്പർഷിപ്പ് ഫീസ് കൊടുത്തെടുത്തു. അതിനുശേഷം എല്ലാ വർഷവും എന്താണ് 10 രൂപ വെച്ച് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അതെന്താണ്, സബ്സ്ക്രിപ്ഷൻസ് ആണ്. ഓക്കെ, ജനറൽ ഡൊണേഷൻസ്. ഇപ്പോൾ നിങ്ങളുടെ ലൈബ്രറിയിലേക്ക് എന്താണ് പുതിയ ബുക്കുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു പണക്കാരനായ ഒരു ചേട്ടൻ എന്താണ് കുറച്ച് പൈസ നമുക്ക് എന്താണ് ഡൊണേറ്റ് ചെയ്തു. ഓക്കെ, സെയിൽസ് ഓഫ് ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽസ് ഓർ വേസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈബ്രറിയിൽ കുറച്ച് പേപ്പറുകളുണ്ട്. അതായത് മനോരമ, മംഗളം, മാതൃഭൂമി, ഇതൊക്കെ നിങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷെ ഒരു വർഷം അവസാനത്തിൽ ഇപ്പോൾ കുറേ പേപ്പറായി, അത് റൂം നിറഞ്ഞു, നിങ്ങളത് വിറ്റു. അപ്പോൾ കിട്ടിയ പൈസയാണ് സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ. ഇത് പല കുട്ടികളും തെറ്റിച്ച് കാണാറുണ്ട്. സെയിൽ ഓഫ് ന്യൂസ് പേപ്പറും ഉണ്ട്, അതുപോലെ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും എന്താണ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസും കാണാം. ഇത് രണ്ടും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വിൽക്കുകയാണ് ന്യൂസ് പേപ്പർ, ഇത് നമ്മൾ വാങ്ങിക്കുകയാണ്. കണ്ടോ, ഇവിടെ നമ്മൾ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്, പർച്ചേസ് ആണ്. സോ ദിസ് ഈസ് ആൻ പേയ്മെൻറ്റ്, ദിസ് ഈസ് എ പേയ്മെൻറ്റ് ബിക്കോസ് നമ്മൾ എന്താ ന്യൂസ് പേപ്പറും പീരിയോഡിക്കൽസും നമ്മൾ പർച്ചേസ് ചെയ്യും, നല്ല പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്. പക്ഷേ വിൽക്കുമ്പോൾ അങ്ങനെയല്ല, വിൽക്കുമ്പോൾ നമുക്ക് ചെറിയ പൈസ കിട്ടുള്ളൂ. പക്ഷേ സെയിൽ എന്ന് കാണുന്നതിന് മുന്നിൽ എന്നാൽ മാത്രമാണ് അത് എന്താ ഉള്ളൂ, റെസിപ്റ്റ് ആവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, പഴയ സ്പോർട്സ് മെറ്റീരിയൽ സെയിൽ ചെയ്യുക. അതുപോലെ നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓൺ ജനറൽ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ കിട്ടുന്ന ഡിവിഡൻഡ്, ലോക്കർ റെന്റ്. മനസ്സിലായോ? ചിലപ്പോൾ ലോക്കർ ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന വാടക. ഓക്കെ, സെയിൽ ഓഫ് സ്ക്രാപ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ആട്ടുന്നു, അതിനുശേഷം വെളിച്ചെണ്ണ ആട്ടി കിട്ടുന്ന കൊപ്ര എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്രാപ്പാണ്. അതിനൊരു വിലയുണ്ട്, അത് വിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുപോലെ സ്ക്രാപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ, നമ്മൾ എന്ത് പ്രൊഡക്ഷൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന സ്ക്രാപ്പ്, ആ സ്ക്രാപ്പ് നമ്മൾ വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ. ഓക്കെ, പ്രൊസീഡ്സ് ഫ്രം ചാരിറ്റി ഷോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അനാഥാലയമാണ് വിചാരിക്കും, അവരൊരു കുട്ടികളെ കൂടി ചേർന്നിട്ട് ഒരു പ്രോഗ്രാം നടത്തി, നമ്മൾ ആ പ്രോഗ്രാമിന് പൈസ കൊടുത്തു, കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത്, അങ്ങനെ കിട്ടുന്ന പൈസ. ഓക്കെ, മിസ്ലാനീസ് റിസീവ്, ഇങ്ങനെ ചില്ലറ ചിലവുകൾ, അല്ലാതെ കുറേ ഇങ്ങനെ ഗുണാന്നൊക്കെ പറഞ്ഞ് കുറേ കിട്ടും, അതൊക്കെ. പിന്നെ ഗ്രാൻറ്റിൻ്റെ ഇടയിൽ ഗവൺമെൻറ് ഒക്കെ ചിലപ്പോൾ നമ്മളെ സഹായിക്കും, അത്. പിന്നെ ലെജസീസ് ഇതിന് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലെജസീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മരിക്കാൻ കിടക്കുന്നു, അയാൾ ഈ ക്ലബിലെ അംഗമാണ്, അയാൾക്ക് എന്താണ് ആരുമില്ല, ഭാര്യയും ഭർത്താവ് വേറെ മക്കളൊന്നുമില്ല. അപ്പോൾ അയാൾ പറയാം എൻ്റെ സ്വത്തുക്കളൊക്കെ നിങ്ങളുടെ പേരിലേക്ക് എഴുതി തരാമെന്ന് പറയാൻ നമുക്ക് അതിനെ ഒരു ലെജസീസ് ആയിട്ട് പരിഗണിക്കാം. നമ്മളൊരു എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ മതി, എന്താണ് സംഭവം, അത്രേ ഉള്ളൂ.
സ്പെസിഫിക് ഡൊണേഷൻസ്, എന്തെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഡൊണേഷൻസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ അമ്പലത്തിൽ ഇപ്പം നമ്മൾ മോഹൻലാലിൻ്റെ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു എന്താണ് പാട്ട് പാടുന്ന ഒരു സ്ഥലം പണിത് തന്നെ ഒന്ന് മോഹൻലാലിനോട് പറയുമ്പോൾ മോഹൻലാൽ 6ാം നമ്പറിലാണെന്ന് തോന്നുന്നു അത് പണിത് കൊടുക്കാൻ പറയുന്നു. അപ്പോൾ സ്പെഷ്യൽ ഡൊണേഷൻ എന്ന് പറയും, നമുക്ക് മനസ്സിലായോ? സ്പെസിഫിക് ഡൊണേഷൻ ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വാങ്ങിക്കുക. അത് ആ കാര്യം കഴിഞ്ഞാൽ തീർന്നു, പിന്നെ എല്ലാ വർഷവും വാങ്ങിക്കാൻ പറ്റില്ല. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ലാൻഡൊക്കെ ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാം. സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റുകൾ നമുക്ക് എന്തെങ്കിലും സെയിൽ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡെപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ് വിൽക്കാം. ഷെയറുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് എന്ത് കിട്ടുന്നു ക്യാഷിന്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ രൂപത്തിൽ ഫിസിക്കലി കിട്ടുന്നത് മാത്രമേ ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പൊതുവെ കാണാറുള്ള പോലെ നമുക്ക് കിട്ടാനുണ്ട് അക്രൂഡ് ഇൻകം, അതൊരിക്കലും അത് വരാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ക്ലിയർ? സോ ഇനി അടുത്ത റെസിപ്റ്റ് എന്തെങ്കിലും ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചില ആൾക്കാർ എന്താണ് എല്ലാ വർഷവും നമുക്ക് ഫീസ് തരാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഈ ലൈബ്രറിയിൽ എല്ലാ വർഷവും 10 രൂപ അടയ്ക്കാൻ പറ്റില്ല. അവർ ചോദിക്കുകയാണ്, ശരി മൊത്തത്തിൽ എൻ്റെ ജീവിത അവസാനം വരെ ഞാൻ എത്ര ഫീസ് അടയ്ക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1000 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ 1000 കൊടുത്ത് പിന്നെ എല്ലാ വർഷവും കൊണ്ട് അടക്കണ്ട. അത്തരം ഫീസാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത്. ദെൻ എൻട്രൻസ് ഫീസ്, നമുക്കറിയാമല്ലോ എവിടെ നമ്മളിപ്പോൾ ട്യൂഷൻ ക്ലാസ് ചേർന്നാണെങ്കിൽ ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് 100 രൂപ 150 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വാങ്ങിക്കുന്നതാണ്, എന്നാലും അങ്ങനെ ഫീസ് ഉണ്ട്. അപ്പോൾ അത്തരം ഫീസിനാണ് നമ്മൾ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ. റെസീപ്റ്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. അപ്പോൾ സ്പെസിഫിക് ഏതെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് നമ്മളൊരു ഫണ്ട് രൂപീകരിക്കുന്നു. മനസ്സിലായി? ഇപ്പോൾ ഒരാളെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു ഫണ്ട് രൂപീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ വന്നു, അപ്പോൾ അത് സഹായിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഫണ്ട് രൂപീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഫണ്ട് തീർന്നിട്ടില്ല, അയാൾക്ക് കൊടുക്കണം. അപ്പോൾ ആ ക്യാഷ് നമുക്ക് എന്ത് പറയാം, റെസീപ്റ്റ് ആയിട്ട് പരിഗണിക്കാം. ഇൻട്രസ്റ്റ് ഓൺ സ്പെസിഫിക് ഫണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ അടുത്ത വർഷം നടത്താൻ പോകുന്ന ഒരു വലിയ മാച്ച്, അതിനുവേണ്ടി നമ്മൾ ഒരു ഫണ്ട് രൂപീകരിച്ച് അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കാണ് ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ആ ഇൻട്രസ്റ്റ്. ഓക്കെ. ഇത്രമാണ് നമുക്ക് എന്ത് വരുന്നത്, റെസിപ്റ്റ് സൈഡിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇതിൻ്റെ ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആയിട്ട് എഴുതണം. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പണിംഗ് ബാലൻസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഈ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ്. പിന്നെ പറയുന്നത് വേജസ് ആൻഡ് സാലറീസ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ശമ്പളവും അല്ലെങ്കിൽ കൂലിയും കൊടുക്കുന്നത്. റെൻറ്റ് നമുക്ക് സ്ഥാപനം ചിലപ്പോൾ കെട്ടിടത്തിലാണെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ റെൻറ്റ് കൊടുക്കണം. റേറ്റ്സ് ആൻഡ് ടാക്സ് കൊടുക്കണം. ഇൻഷുറൻസ് ഉണ്ടാവും. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഇതൊക്കെ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള വാക്കുകളാണ്. പോസ്റ്റേജ് ആൻഡ് കൊറിയർ, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, സൺട്രി എക്സ്പെൻസ്, പിന്നെ അതുപോലെ ടെലിഫോൺ ചാർജസ്, എൻ്റർടൈൻമെൻറ്റ്, ഏതെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിനുള്ള എക്സ്പെൻസ്. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ ഒരു ഓട്ടമത്സരം നടത്തി ക്ലബിൽ, അപ്പോൾ അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തു. മനസ്സിലായോ? അല്ലെങ്കിൽ എന്താണ് അവരൊരു പ്രോഗ്രാം, ഒരു സിനിമ ഷോ നടത്തി, അതൊക്കെ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്. ഓഡിറ്റ് ഫീസ്, ഇനിയിപ്പോൾ ഈ പറയുന്ന കണക്കുകളൊക്കെ പരിശോധിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഫീസാണ് ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത്. ഹൊണേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആ സ്ഥാപനത്തിൽ അംഗമാവണമെന്നില്ല, പക്ഷെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുന്നു. 1 മണിക്കൂർ ക്ലാസ് എടുത്ത് പോകാൻ നേരത്ത് നിങ്ങളെല്ലാവരും കൂടി സാറ് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു 100 രൂപ എല്ലാവരും കൂടി ഫീ എടുത്ത് ഒരു 1000 രൂപ എനിക്ക് തരുന്നു എന്നായിരിക്കും. അത് എനിക്ക് തരുന്ന ഒരു ഹോണറാണ്, ഒരു ബഹുമാനമാണ്. മനസ്സിലായി? അതുപോലെ നമ്മുടെ ക്ലബുകളിലും മറ്റുള്ളൊക്കെ സേവനം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന സെക്രട്ടറി പോലുള്ള ആൾക്കാരൊക്കെ നമ്മൾ വിളിച്ചിട്ട് അവർക്കൊരു ബഹുമാനത്തോടുകൂടി എന്തെങ്കിലും കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ അതാണ് ഹോണറി എന്ന് പറയാം. ഓക്കെ. അല്ലെങ്കിൽ അവിടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന് വെച്ചാൽ നേരിട്ട് അവിടുത്തെ മെമ്പറൊന്നുമല്ല, പക്ഷെ പല രീതിയിലും സഹായിക്കുന്ന ഒരാളെ നമ്മൾ വിളിച്ചെന്താണ് ബഹുമാനിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഫുൾ A+ കിട്ടിയ ഒരു കുട്ടീനെ നമ്മൾ വിളിച്ചിട്ട് ഒരു 1000 രൂപ ക്യാഷ് പ്രൈസ് കൊടുത്തുനിന്ന് ബഹുമാനിക്കുമെങ്കിൽ അതിന് നമുക്ക് ഹോണർ ചെയ്യുന്നത് പേയ്മെൻ്റ് ആണ്. റിപ്പയർ ആൻഡ് റിന്യൂവൽസ്, പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ റിപ്പയർ ചെയ്യേണ്ടി വരും, പെയിൻറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ റിന്യൂവൽസ് വരുന്നത്. അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്, ഇത് നമ്മൾ സ്പോർട്സ് ക്ലബിനെ സംബന്ധിച്ചാണ്. ഗ്രൗണ്ടുകളൊക്കെ എന്താണ് എപ്പോഴും ക്ലിയർ ചെയ്ത് വെക്കണം. കൺവീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലിംഗ് എക്സ്പെൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പർച്ചേസ് ഓഫ് അസറ്റുകൾ ഏതെങ്കിലും വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന പൈസ. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ചിലവാക്കുന്ന പൈസ. അങ്ങനെ ചിലവാകുന്ന പൈസകൾ, എക്സ്പെൻസസുകളാണ് നമ്മൾ ഇവിടെ എഴുതുക. മനസ്സിലായോ? ഈ നമ്മൾ വരുന്ന റെസീപ്റ്റ്സ് ആണ് ഇവിടെ എഴുതുക. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ദ റെസീപ്റ്റ്. ഇൻകം എന്ന് നമുക്ക് പറയാനിപ്പോൾ കഴിയില്ല, കാരണം ഇത് നമുക്ക് കിട്ടിയ ക്യാഷാണ്. വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ കൊടുക്കാനുള്ള ക്യാഷ് നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് ഇവിടെ എഴുതാൻ പാടില്ല. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ എഴുതാനായിട്ട് പാടില്ല. ക്ലിയർ ആണോ? അതുപോലെ അക്രൂഡ് ഇൻകം, കിട്ടാനുള്ളതും ഇവിടെ എഴുതാനായിട്ട് പാടില്ല. ക്ലിയർ? ഓക്കെ. സോ
വാട്ട് ആർ ദ സ്പെസിഫിക് ഐറ്റംസ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? എല്ലാ ഐറ്റംസും നമ്മൾ ഇനി പ്രത്യേകം എടുത്ത് പറയുന്നില്ല, പെട്ടെന്ന് ഓടിച്ച് പറയും. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഐറ്റംസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് പോവാം. സ്പെസിഫിക് ഐറ്റംസ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്സിലെ പ്രധാനപ്പെട്ട ഐറ്റംസ് നമുക്ക് നോക്കാം. ഒന്ന് സബ്സ്ക്രിപ്ഷൻ ആണ്. ഞാൻ ജസ്റ്റ് വായിക്കുള്ളൂ, നമ്മൾ ഓൾറെഡി അതിൻ്റെ മീനിങ് പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ റെഗുലർ പേയ്മെന്റ് മെയ്ഡ് ബൈ ദ മെമ്പേഴ്സ് ടു ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് തരുന്ന റെഗുലർ ആയിട്ടുള്ള, അതായത് എല്ലാ വർഷവും തരുന്ന അല്ലെങ്കിൽ എല്ലാ മാസം എങ്ങനെയാണോ അവിടുത്തെ സിസ്റ്റം അതനുസരിച്ച് തരുന്ന ഒരു റെഗുലർ ആയിട്ടുള്ള പേയ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ്, റെഗുലറായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനമാണ്. ഇറ്റ് ഈസ് ജനറലി കോൺട്രിബ്യൂട്ടഡ് ആനുവലി. സാധാരണയായിട്ട് അത് വർഷം തോറുമാണ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ സോഴ്സസ് ഓഫ് ഇൻകം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ്. ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദ ഡെബിറ്റ് സൈഡ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് അത് വരിക. എപ്പാർട്ട് ഫ്രം എമൗണ്ട് ഓഫ് കറന്റ് ഇയർ ഇറ്റ് മേ ഇൻക്ലൂഡ് എമൗണ്ട് പെർട്ടനിങ് ടു ദ പ്രീവിയസ് ഇയർ അഡ്വാൻസ് പേയ്മെന്റ് ഫോർ നെക്സ്റ്റ് ഇയർ. പൈസ നമുക്ക് കിട്ടിയത് എഴുതിയാൽ മതി. അതിപ്പോൾ കഴിഞ്ഞ വർഷത്തെയാണോ വരാൻ പോകുന്ന വർഷത്തെയാണോ നമ്മൾ നോക്കേണ്ട. ക്യാഷ് നമുക്ക് കിട്ടിയോ അത് എഴുതാം. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം സബ്സ്ക്രിപ്ഷൻ തരാണ്ട് അത് തന്നതോ അല്ലെങ്കിൽ ഞാൻ 2 വർഷത്തെ ഒരുമിച്ച് തന്നതോ ഒക്കെ അതിനകത്ത് എഴുതാം. ഓക്കെ, അടുത്ത എൻട്രൻസ് ഫീസ് ഒരു അഡ്മിഷൻ ഫീസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ചേരുമ്പോൾ അഡ്മിഷൻ ഫീസ് 100 രൂപ 250 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചെടുക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് അതെന്ന് വെച്ചാൽ വെറുതെ അങ്ങോട്ട് ഞാൻ വന്നാണെന്ന് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഒരു എൻട്രൻസ് ഫീസ് വയ്ക്കും നമ്മൾ ഏത് ക്ലബിൽ ചേരണമെങ്കിലും ഇങ്ങനെയാണെങ്കിൽ. ഓക്കെ, whenever a person is admitted to a member of the organization, certain amount is charged from him to give him an admission. അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി ഒരു എമൗണ്ട് ചാർജ് ചെയ്യും. This is called entrance fees or admission fees. It is an item of income and is shown on the debit side of the receipt and payment account. ഇതൊരു ഇൻകമാണ്. ഇത് നമ്മളെന്താണ് റെസിപ്റ്റ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കാണിക്കും. അടുത്തത് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. മെമ്പർഷിപ്പ് ഇഫ് ഗ്രാൻഡഡ് ടു എ പേഴ്സൺ ഫോർ ദ ഹോൾ ലൈഫ്, സ്പെഷ്യൽ ഫീസ് ഇസ് ചാർജ്ഡ് ഫ്രം ഹിം ഓർ ഹെർ. ദിസ് ഈസ് കോൾഡ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ഒരാളുടെ ഒരു വർഷത്തേക്കോ ഒന്നുമല്ല, അയാൾ ഇനി അടയ്ക്കേണ്ട ലൈഫ്, അയാളുടെ ജീവിത അവസാനം വരെ എത്ര രൂപ വേണമെന്നുള്ളത് നമ്മൾ ആ വർഷം അവസാനം നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല, എത്ര നാളെ ഒരാൾ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു എമൗണ്ട് ഫിക്സ് ചെയ്യും. ഇപ്പോൾ ലൈബ്രറിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ 100 രൂപ വെച്ച് വർഷത്തിൽ അടക്കുന്നതിന് പകരം ഒരു ഒറ്റ തവണ 1000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അടക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസാണ്. ഓക്കെ, ഇറ്റ് ഈസ് ചാർജ്ഡ് വൺസ് ഇൻ ദ ലൈഫ് ടൈം ഓഫ് എ മെമ്പർ. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് നമ്മളതിനെ പരിഗണിക്കുക. ഓക്കെ, അടുത്തത് എൻഡോൺമെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫണ്ട് വിച്ച് പ്രൊവൈഡ്സ് പെർമനന്റ് മീൻസ് ഓഫ് സപ്പോർട്ട് ഫോർ ദ ഓർഗനൈസേഷൻ. അതായത് ആ ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ല, മറിച്ച് എല്ലാ വർഷവും ആ ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന പെർമനൻ്റ് സ്ഥിരമായിട്ടുള്ള ഫണ്ടിനെയാണ് നമ്മൾ എന്ന് പറയുന്ന എൻഡോമെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. എനി കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ദിസ് ഫണ്ട് ഈസ് ആൻ ഐറ്റം ഓഫ് ക്യാപിറ്റൽ റെസിപ്റ്റ്. അപ്പോൾ ഒരു ഫണ്ട് അവിടെയുണ്ട്, അതിനകത്തേക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മൾ എല്ലാ വർഷവും കളക്ട് ചെയ്യാറുണ്ട്, ആ ഫണ്ട് രൂപീകരിക്കാറുണ്ട്. അത്തരം ഫണ്ടുകളാണ് എൻഡോമെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡൊണേഷൻ നമ്മൾ പറയുമ്പോൾ 2 തരത്തിലുണ്ട്. നമുക്ക് എന്താണ് ഡൊണേഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം സം പേഴ്സൺ, ഫേം, കമ്പനി ഓർ എനി അതർ ബോഡി ബൈ വേ ഓഫ് ഗിഫ്റ്റ്. ഗിഫ്റ്റിന്റെ രൂപത്തിൽ നമുക്ക് കിട്ടുന്ന പൈസയാണത്. ഇറ്റ് ഈസ് ആൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഐറ്റം ഓഫ് റെസിപ്റ്റ്. ഒരു റെസിപ്റ്റാണ്. 2 തരത്തിലാവാം. സ്പെസിഫിക് ഡൊണേഷൻ, ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാവാം. ഇറ്റ് ഈസ് എ ഡൊണേഷൻ റിസീവ്ഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഫോർ എക്സാമ്പിൾ ഡൊണേഷൻ ഫോർ ലൈബ്രറി, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്. നിങ്ങൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ ബിൽഡിംഗ് ഡൊണേറ്റ് ചെയ്യാം, MLA കണ്ടോ, ലൈബ്രറി ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, ജനറൽ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡൊണേഷൻ വിച്ച് റിസീവ് നോട്ട് ഫോർ സം സ്പെസിഫിക് പർപ്പസ്. ഇറ്റ് ക്യാൻ ബി ടു. അത് ഏതെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ജനറൽ ഡൊണേഷൻ ഉള്ളത്. അത് ഒരു വലിയ എമൗണ്ട് ആവാം, അല്ലെങ്കിൽ എന്താണ് അത് ഒരു സ്മോൾ എമൗണ്ട് ആവാം. ഓക്കെ, ഈ ലെഗസി നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് ദ എമൗണ്ട് വിച്ച് ഇസ് റിസീവ്ഡ് ബൈ ഓർഗനൈസേഷൻ ആസ് പെർ ദ വിൽ ഓഫ് ദ ഡിസീസ്ഡ് പേഴ്സൺ. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. അതായത് ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം അയാളുടെ സ്വത്തുക്കൾ നമുക്ക് എഴുതി തരുന്നു, അല്ലെങ്കിൽ നല്ലൊരു അയാളുടെ മരണശേഷം ഇന്ന സാധനം നമുക്ക് തരുന്നു എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ലെഗസി എന്ന് പറയാം. വെരി ഈസിയാണ്. അടുത്തത് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. വെരി ഈസിയാണ്. നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വാങ്ങിച്ചു, അതൊക്കെ വിറ്റു. ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് യൂസ്ഡ് ഓർ കണ്ടംൻഡ് സപ്പോർട്ട് മെറ്റീരിയൽ സോൾഡ്, വിറ്റു, ഫെച്ച് സം മണി, അങ്ങനെ കുറച്ച് പൈസ കിട്ടി. ഇറ്റ് ഇസ് എ സോഴ്സ് ഓഫ് റവന്യൂ. ഇറ്റ് ഇസ് ടേക്കൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അടുത്തത് പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് നമ്മൾ വാങ്ങിക്കുക. അസറ്റ് സച്ച് ആസ് ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, ബുക്കൊക്കെ നമ്മൾ ഫോർ ദ ഓർഗനൈസേഷന് വേണ്ടി വാങ്ങിക്കുന്നത്. ദീസ് ആർ ഐറ്റംസ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇറ്റ് ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്, പേയ്മെന്റ് സൈഡ് ഓഫ് ദി റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അടുത്തത് പേയ്മെന്റ് ഓഫ് ഹോണേറിയം. ദിസ് ഈസ് അനദർ ഐറ്റം ഓഫ് പേയ്മെന്റ്. മറ്റൊരു പേയ്മെന്റ് ആണ്. ദിസ് ഈസ് ആൻ എമൗണ്ട് പെയ്ഡ് ടു പേഴ്സൺ ഹു ആർ നോട്ട് ദ എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എംപ്ലോയീസ് അല്ല, ബട്ട് ടേക്ക് പാർട്ട് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. പക്ഷേ ഈ മാനേജ്മെന്റിൽ എന്താണ് അവർ പങ്കാളികളാണ്. റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ, ഫോർ എക്സാമ്പിൾ പേയ്മെന്റ് പെയ്ഡ് ടു ദ സെക്രട്ടറി ഓഫ് ദ ക്ലബ്. അതിനകത്തൊരു എംപ്ലോയി അല്ല, ഇതിന് ശമ്പളം ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ അദ്ദേഹം റിട്ടയർഡ് ആയ അല്ലെങ്കിൽ
പ്രായത്തിൽ പോകുന്നു. അപ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ അയാൾക്ക് നമ്മളൊരു കുറച്ച് പൈസ എല്ലാവരും കൂടി പിരിവിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരു സമ്മാനം കൊടുക്കുന്നു. അതിന് നമുക്ക് എന്ത് പറയാം? ഹൊണേറിയ എന്ന് പറയാം. ഓക്കെ, പേയ്മെൻ്റ് ആണത്. പർച്ചേസ് ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ് സച്ച് ആസ് സ്റ്റേഷനറി വാങ്ങിക്കണം, ബുക്ക്, പേന, പെൻസിൽ, പേപ്പർ, അങ്ങനെ കുറേ സാധനങ്ങൾ കാണാനൊക്കെ വാങ്ങിക്കണം. സ്പോർട്സ് മെറ്റീരിയൽ, ഡ്രഗ്സ്, മെഡിസിൻ എക്സെട്ര, ഇതൊക്കെ നമ്മൾ കൺസ്യൂമബിൾ ഐറ്റംസ് ആണ്. ഓക്കെ, നമ്മൾ ഉപയോഗിച്ച് അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കേണ്ട ഐറ്റംസ് ആണ്, പിന്നെ ഉപയോഗിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. സോ പേയ്മെൻറ്റ്സ് ആർ റെഗുലർലി മെയ്ഡ് ബൈ നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ NPO. ദീസ് ആർ ഫോൺ ഓൺ ദി പേയ്മെൻറ്റ് സൈഡ്. പേപ്പർ നമ്മൾ എഴുതിയ പേപ്പറിൽ തന്നെ വീണ്ടും മാറ്റി എഴുതാനൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ വാങ്ങിക്കേണ്ടി വരും. അത്തരം ചിലവുകളാണ് പർച്ചേസ് ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ്. A student has prepared the following receipt and payment account. Some of the items have been entered in the wrong side. Correct statement. ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഒരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി ഇപ്പോൾ നിങ്ങൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തെറ്റുണ്ട്. ആ തെറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. സോ നിങ്ങളിത് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് എഴുതിയെടുക്കുക. എന്നിട്ട് ചില ഐറ്റംസ് ഇവിടെ അല്ല സാർ വരേണ്ടത്, ഇപ്പുറത്താണ് വരേണ്ടത്, ചില ഐറ്റംസ് ഇവിടെയാണ് വരേണ്ടത്. എന്താണ് ഇതിനകത്ത് തെറ്റെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. വെരി ഈസിയാണ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 400 രൂപയുടെ പേയ്മെൻറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നു. അങ്ങനെയല്ലല്ലോ, എൻട്രൻസ് ഫീസ് നമ്മുടെ ഇൻകം അല്ലേ, അപ്പോൾ റെസിപ്റ്റ് സൈഡിലാണ് സാർ അത് കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അതുപോലെ മൊത്തം നോക്കിയിട്ട് നിങ്ങൾ എന്താണ് അതിൻ്റെ മിസ്റ്റേക്ക് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, സോ സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ എന്തെല്ലാം സ്റ്റെപ്പുകളാണ്, എന്തെല്ലാം കാര്യങ്ങൾ ഓർമ്മയിൽ വേണം നിങ്ങൾക്കിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ? 1. ടേക്ക് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് എൻ്റർ ദ എമൗണ്ട് ദ ഡെബിറ്റ് സൈഡ്. നമ്മൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എടുത്തിട്ട് അത് എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം, ഈ സൈഡിൽ എൻ്റർ ചെയ്യണം. In this case, the bank overdraft at the beginning of the year enter the same on the credit side of the bank overdraft. ബാങ്ക് ഓടി ഉണ്ടെങ്കിൽ അതെന്താണ്? ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതണം. ഇതാണ് ഓപ്പണിംഗ് ബാലൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി 2, ഷോ ദ ടോട്ടൽ ഓഫ് ഓൾ റെസിപ്റ്റ്സ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ നേച്ചർ, വെദർ ക്യാപിറ്റൽ ഓർ റവന്യൂ ആൻഡ് വെദർ ദേ പെർട്ടൈൻ ടു പാസ്റ്റ്, കറന്റ് ആൻഡ് ഫ്യൂച്ചർ പീരിയഡിക്കൽസ്. അതായത് നമ്മൾ ടോട്ടൽ എമൗണ്ട് ഓഫ് റെസിപ്റ്റ് എന്താണ് ഡെബിറ്റ് സൈഡിലും ടോട്ടൽ എമൗണ്ട് പേയ്മെൻറ്റ് ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. ഓക്കെ, ഷോ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ് ക്രെഡിറ്റ് സൈഡിൽ. അതാണ് നമ്മൾ 3rd പോയിന്റ് പറയുന്നത്. ഇനി 4th പോയിന്റ് പറയുന്നത് നൺ ഓഫ് ദ റിസീവബിൾ ഇൻകംസ് ആൻഡ് പേ. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പല കുട്ടികളും തിരിക്കുന്നത്. നൺ ഓഫ് ദ റിസീവബിൾ, നമുക്ക് കിട്ടാനുള്ള പൈസ നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടില്ല, അത് നമുക്ക് എഴുതാൻ പറ്റില്ല. ആൻഡ് പേയബിൾ എക്സ്പെൻസ്, നമുക്ക് കൊടുക്കാത്ത പൈസ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. ഇപ്പോൾ സാലറി ഔട്ട്സ്റ്റേ, സാലറി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അത് പേയ്മെൻ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ ക്യാഷ് ഇരിക്കുകയാണ്. മനസ്സിലായോ? അതുപോലെ നമുക്ക് ഒരു ഇൻകം കിട്ടാൻ, റെൻറ്റ് റിസീവബിൾ, റെൻറ്റ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ അത് കിട്ടിയെന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ്. അങ്ങനെ 2 സൈഡിൻ്റെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഡിഫറൻസ് നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് വരുന്നതെങ്കിൽ അതൊന്നില്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാഷ് ബാങ്ക് ആയിരിക്കും. ഇനി ഡെബിറ്റ് സൈഡാണ് വരുന്നതെങ്കിൽ നമ്മളതിന് ബാങ്ക് ഓടി എന്നാണ് എഴുതേണ്ടത്. ക്ലിയർ? ഓക്കെ, ദാറ്റ്സ് ഓൾ. In case, however, the total of the credit side is more than that of the total of the debit side, show the difference on the debit and bank overdraft. That is very important point. Okay. So, following are the main features of receipt and payment account. ഇങ്ങനെയാണെങ്കിൽ റെസിപ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Following are the main features of receipt and payment account. താഴെ പറഞ്ഞാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ടേക്കിംഗ് ഐറ്റംസ് ഫ്രം ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ നിന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇയർ എൻഡിങ്ങിൽ ഇത്തരം ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഓഫ് ദി ഇയർ പുട്ട് അണ്ടർ വേരിയസ് ഹെഡ്സ്. സത്യത്തിലെ ഓരോ ക്യാഷ് ട്രാൻസാക്ഷൻ്റെയും എന്താണ് അക്കൗണ്ട്സ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് ഡെയിലി വന്ന് നമ്മൾ കൂട്ടി മൊത്തം ഒരു വർഷത്തേക്ക് എടുക്കുന്നു, കണ്ടോ? ഓക്കെ, it is record all cash transactions which occurred during the year concerned irrespective of the period they are related to, that is previous, current, next year. കഴിഞ്ഞ വർഷത്തെയാണോ അല്ലെങ്കിൽ ഈ വർഷത്തെയാണോ വരാമെന്ന വർഷത്തെയാണോ നോക്കില്ല, നമ്മുടെ കാശ് കിട്ടുമോ നമ്മളത് എഴുതും, നമ്മുടെ നിന്ന് കാശ് പോയോ നമ്മളത് എഴുതും. മനസ്സിലായോ? അത്രേ ഉള്ളൂ, അത് ഏത് വർഷത്തെയാണെന്ന് നോക്കുന്നില്ല. ഇറ്റ് റെക്കോർഡ്സ് ക്യാഷ് ട്രാൻസാക്ഷൻ ബോത്ത് ഓഫ് റവന്യൂ നേച്ചർ ആൻഡ് ക്യാപിറ്റൽ. 2 നേച്ചറിലുള്ള, അതായത് ക്യാപിറ്റൽ നേച്ചറുള്ളതും റവന്യൂ നേച്ചറുമായിട്ടുള്ള 2 നേച്ചർ. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവും ഈ 2 നേച്ചറും എന്താണെന്ന്. 2 നേച്ചറും നമ്മളെന്താണ് ഈ പറയുന്ന ഇതിനകത്ത് 2 എഴുതും. ഇപ്പോൾ ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ നേച്ചറാണ്. മനസ്സിലായോ? ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ റവന്യൂ നേച്ചറാണ്. ഓക്കെ, like any other accounts, it begins with the opening balance and ends with the closing balance. ഏതൊരു അക്കൗണ്ടിനെ പോലെ ഇത് തുടങ്ങുന്നത് ഓപ്പണിംഗ് ബാലൻസിലാണ്, എൻഡ് ചെയ്യുന്നത് ക്ലോസിംഗ് ബാലൻസിലാണ്. No non-cash items such as depreciation, outstanding expense, accrued income, etc. are shown in this account. അതാണ് വളരെ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും ഇതിനകത്ത് എഴുതാനായിട്ട്
പാടില്ല, ഡിപ്രിസിയേഷനും നമുക്ക് ഇതിനകത്ത് എഴുതാനായിട്ട് പാടില്ല. ഓക്കെ, സോ receipt and payment account, like any other organizations, not for profit organization, NPOs also maintain cash book to record cash transactions on day-to-day basis. ഏതൊരു ഓർഗനൈസേഷനും പോലെ നമുക്ക് ഇവിടെ ഒരു ക്യാഷ് ബുക്ക് ഉണ്ട് ഡേ ടു ഡേ. ഓക്കെ, ആ ക്യാഷ് ബുക്കിൽ നിന്ന് ബേസ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബട്ട് എൻഡ് ഓഫ് ദി ഇയർ ദേ പ്രിപ്പയർ എ സമ്മറി ഓഫ് ദി ക്യാഷ് ട്രാൻസാക്ഷൻ ബേസ്ഡ് ഓൺ ദ ക്യാഷ് ബുക്ക്. ദി സമ്മറി ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ഫോം ഓഫ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് പോലെയാണ് ആ സമ്മറി പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, ക്യാഷ് ബുക്ക് നമുക്കുണ്ട്. ആ ക്യാഷ് ബുക്ക് നോക്കിയിട്ട് അതിൻ്റെ ഒരു സമ്മറി നമ്മൾ വേറൊരു അക്കൗണ്ട് രൂപത്തിൽ പ്രിപ്പയർ ചെയ്യും. അതിനെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. All cash receipts and payments are recorded in this account whether these belong to current year or next year or previous year. ഏത് വർഷത്തെ ആണെങ്കിലും നമുക്ക് കിട്ടിയ പൈസ അതിനകത്ത് എഴുതും. ഓക്കെ, all receipts and payments are recorded in the account whether these are of revenue nature or capital. അത് എന്ത് സ്വഭാവമുള്ളതാണെങ്കിലും നമ്മൾ എഴുതും. റവന്യൂ നേച്ചർ എന്താണ് പ്രത്യേകത, എല്ലാ ദിവസവും നടക്കുന്ന റിക്കറിംഗ് ആയിരിക്കും, വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിരിക്കും. ക്യാപിറ്റൽ നേച്ചർ റിപ്പീറ്റഡ് ആയിരിക്കില്ല. ഒരു ഫിക്സ്ഡ് റെസിറ്റ് വാങ്ങിക്കുന്നതൊക്കെ നമുക്ക് ക്യാപിറ്റൽ നേച്ചർ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഈ രണ്ട് നേച്ചർ ആണെങ്കിൽ പോലും ഇതിനകത്ത് എഴുതും. ഓൾ റെസിപ്റ്റ്സ് ആർ റെക്കോർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിലാണ് റെസിപ്റ്റ് എഴുതുന്നത്. അതുപോലെ ഓൾ പേയ്മെന്റ്സ് ആർ ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. പേയ്മെന്റ് ഒക്കെ ക്രെഡിറ്റ് സൈഡ് എഴുതുന്നത്. ദിസ് അക്കൗണ്ട് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദിസ് അക്കൗണ്ട് ഈസ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇത് ഓപ്പൺ ചെയ്യുന്നത് ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് ആണ്. ക്ലോസിംഗ് എന്ന് പറയുന്നത് എന്താണ്, ക്യാഷ് ഓർ ബാങ്ക് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ്. ഓപ്പണിംഗിലും ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാവും. വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും. ക്ലോസിംഗ് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അത് എന്താണ്, ഡെബിറ്റ് സൈഡും ആയിരിക്കും. ഓക്കെ ഓക്കെ സോ ടെസ്റ്റ് യുവർ നോളജ്. നിങ്ങളുടെ നോളജ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ, വാട്ട് ഡു യു മീൻ ബൈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? ഇതിന് തിയറി നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണത്. വാട്ട് ആർ ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? വാട്ട് ഡു യു മീൻ ബൈ എൻഡോമെന്റ് ഫണ്ട്? വാട്ട് ഡു യു മീൻ ബൈ ലെഗസി? വാട്ട് ഡു യു മീൻ ബൈ ഹോണേറിയം? ഡാഷ് ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എന്താണ് നമ്മൾ കാണിക്കുക? നിങ്ങൾ തന്നെ ആലോചിക്കുക, ഉത്തരം എഴുതുക. ഒരു റെസിപ്റ്റ് ആണോ അല്ലെങ്കിൽ പേയ്മെന്റ് ആണോ എന്നുള്ളത്. ഓക്കെ, സോ പാർട്ട് 5 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പ്രാക്ടിക്കൽസ്. അപ്പോൾ നമ്മൾ തിയറി കഴിഞ്ഞ് നമ്മൾ പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാർട്ട് 5 വിസിറ്റ് ചെയ്യുക. താങ്ക് യു. പ്ലീസ് വിസിറ്റ് നെക്സ്റ്റ് പാർട്ട് 5. നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺലൈനായിട്ട് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഉണ്ട്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ centerstintuition.blogspot.in എന്ന വെബ്സൈറ്റിൽ ചെന്നിട്ട് അവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.